ചുവന്ന ആപ്പിൾ കഴിച്ചു. അയ്യോ, നീ ഇതെന്താണ് ചെയ്തത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ട് നീ ആ ആപ്പിൾ എടുത്ത് കഴിച്ചോ, അതും ചുവന്നത്. ഇതുകൊണ്ട് നിനക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് നല്ലത് ചെയ്യാനൊന്നും ഒരു താല്പര്യവുമില്ല. ഞാൻ തിന്മ മാത്രമേ ചെയ്യൂ. നിങ്ങൾ എന്നെ ഒരുപാട് കളിയാക്കിയതല്ലേ. ഇനി ഞാൻ എല്ലാവരോടും പകരം വീട്ടും. ഒരു കാട്ടിൽ മോണ്ടു എന്ന പേരിലുള്ള ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. അവൻ വളരെ ദയാലുവും നല്ല സ്വഭാവമുള്ള ഒരു കുരങ്ങനായിരുന്നു. വൈകുന്നേരങ്ങളിൽ അവൻ എപ്പോഴും ഒറ്റക്കാലിൽ നിൽക്കുകയും കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇതേ കാട്ടിൽ കുറച്ചു ദിവസങ്ങളായി മിങ്കു എന്ന പേരുള്ള ഒരു കുക്കും താമസിച്ചിരുന്നു. അവൻ വളരെ വികൃതിയായിരുന്നു. ഈ മണ്ടൻ എന്തിനാണ് ദിവസവും ഇങ്ങനെ സമയം കളയുന്നത്? കഴിഞ്ഞ 15 ദിവസമായി ഞാൻ നോക്കുന്നു. ഇവൻ ഇങ്ങനെ മണിക്കൂറുകളോളം നിൽക്കും. ഇന്ന് മഴയത്തും നിൽക്കുകയാണ്. എന്നിട്ടും എല്ലാവരും പറയും മോണ്ടു കുരങ്ങൻ വലിയ ബുദ്ധിമാനാണെന്ന്. ഹേ ദേവി, അങ്ങേ ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 16 ദിവസമായി. ഇനി അങ്ങേക്ക് പ്രത്യക്ഷപ്പെട്ടേ മതിയാകൂ. ഇന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഈ മണ്ടൻ ഏത് ദേവിയാണ് വിളിച്ചു വരുത്തുന്നത്? മൂണ്ടുകുരങ്ങൻ ഒറ്റക്കാലിൽ തന്നെ നിന്നു. ഇപ്പോൾ രാത്രിയായി. ഏകദേശം 9 മണി സമയം. ഇപ്പോൾ എനിക്ക് മടുപ്പ് തോന്നുന്നു. പക്ഷെ ഇവനൊരു തളർച്ചയുമില്ലല്ലോ. എങ്ങനെയാണോ മണിക്കൂറുകളോളം ഇങ്ങനെ ഒരു കാലിൽ നിൽക്കുന്നത്? അപ്പോൾ ആകാശത്ത് നിന്നൊരു വെളിച്ചം വരികയും ഒരു ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. മോണ്ടുകുരങ്ങൻ, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസന്നയാണ്. നിന്റെ സാധന പൂർത്തിയായിരിക്കുന്നു. അവൻ തന്റെ കണ്ണുകൾ തുറന്നു. പ്രണാമം ദേവി. ദേവി തന്റെ ശക്തി പ്രയോഗിച്ചു. മോണ്ടുകുരങ്ങന്റെ മുന്നിൽ 2 ആപ്പിളുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ ചുവന്ന ആപ്പിൾ കഴിച്ചാൽ നിനക്ക് ആർക്കും ദോഷം ചെയ്യാം. ഈ പച്ച ആപ്പിൾ കഴിച്ചാൽ നിനക്ക് ആർക്കും നല്ലത് ചെയ്യാം. നിനക്കിതിൽ ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് അപ്രത്യക്ഷമാകും. എനിക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ പച്ചാപ്പിൾ തന്നെ തിരഞ്ഞെടുക്കും. ഇത് കേട്ട് മിങ്കു കൊക്ക് ഓടി വന്നു. എന്നിട്ട് വേഗത്തിൽ ചുവന്ന ആപ്പിൾ കഴിച്ചു. അയ്യോ, നീ ഇതെന്താണ് ചെയ്തത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ട് നീ ആ ആപ്പിൾ എടുത്ത് കഴിച്ചോ, അതും ചുവന്നത്. ഇതുകൊണ്ട് നിനക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് നല്ലത് ചെയ്യാനൊന്നും ഒരു താല്പര്യവുമില്ല. ഞാൻ തിന്മ മാത്രമേ ചെയ്യൂ. നിങ്ങൾ എന്നെ ഒരുപാട് കളിയാക്കിയതല്ലേ. ഇനി ഞാൻ എല്ലാവരോടും പകരം വീട്ടും. ഇതു പറഞ്ഞ് മിങ്കു കൊക്ക് അവിടെ നിന്ന് പോയി. മോണ്ടുകുരങ്ങൻ നിന്നിടത്ത് തന്നെ നിന്നുപോയി. അയ്യോ അയ്യോ, വീട്ടിനുള്ളിൽ മുഴുവൻ വെള്ളം വരികയാണ്. മഴ പെയ്യുന്നതിനു മുൻപ് മേൽക്കൂര ശരിയാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ മുന്നിൽ നിന്ന് മിത്തു സംസാരിച്ചു. അതൊന്നും സാരമില്ല കാളൂഭയ്യ. മഴ മാറുന്നതുവരെ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിക്കാം. ഇവർ രണ്ടുപേരും പറന്ന് മിത്തുവിന്റെ വീട്ടിലെത്തി. അപ്പോൾ മിങ്കു കൊക്ക് അവിടെ എത്തി. എന്താ വിശേഷം? മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി നോക്കുകയാണോ? വരൂ, ഞാൻ കുറച്ച് സഹായിക്കാം. ഇത്രയും പറഞ്ഞ ഉടനെ മിങ്കു കൊക്കിന്റെ കൊക്കിൽ നിന്നൊരു വെളിച്ചം വന്നു. അത് മിത്തുവിന്റെ വീടിന്റെ മേൽക്കൂരയിൽ പതിച്ചയുടനെ ആ മേൽക്കൂര പറന്നുപോയി. എന്നോട് കാണിച്ച എല്ലാ അന്യായങ്ങൾക്കും ഞാൻ പകരം ചോദിക്കും. മിങ്കു സാരസം, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. എനിക്ക് ശരിയാക്കാൻ ഒന്നിനും താല്പര്യമില്ല. എനിക്ക് തെറ്റുകൾ ചെയ്യാനാണ് ഇഷ്ടം. ഇതുപോലെ അവൻ എല്ലാ പക്ഷികളുടെയും വീടുകൾ നശിപ്പിച്ചു. എന്നിട്ട് അവരെല്ലാവരും ഒരു വലിയ കുന്നിൻ മുകളിൽ ഒത്തുകൂടി. ആ മിങ്കുവിന് എവിടുന്ന് ഈ ശക്തി കിട്ടിയോ ആവോ? അവൻ നമ്മളെ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ വേഗം പോയി ഷേർഖാനെ കണ്ടിട്ട് വരാം. സോനുപ്രാവ് ആ സമയം തന്നെ പറന്ന് ഷീർഖാന്റെ അടുത്തേക്ക് പോയി. സോനുപ്രാവേ, ഈ കനത്ത മഴയത്ത് നീ എന്തിനാണിവിടെ വന്നത്? വല്ല ആപത്തുമുണ്ടായോ? അതെ ഷേർഖാൻ, മിങ്കുവിന് എവിടുന്ന് ശക്തി കിട്ടിയെന്ന് അറിയില്ല. അവൻ പക്ഷികളുടെ വീടുകളെല്ലാം തകർത്തു കളഞ്ഞു. അവൻ എങ്ങനെ ശക്തി കിട്ടാനാണ്? ഞാൻ ആ മിങ്കുവിനെ വെറുതെ വിടില്ല. മതി മതി ഷേർഖാൻ, എനിക്ക് ദേഷ്യം വരുന്ന ഒരു വാക്കും നിന്റെ നാവീന്ന് വരരുത്. മിങ്കു സാരസം,
ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നശിപ്പിച്ച വീടുകളെല്ലാം ഉടൻ ശരിയാക്കണം. അങ്ങനെയോ? ഇതും പറഞ്ഞ് മിങ്കു കുക്കിന്റെ കണ്ണുകളിൽ നിന്ന് ഒരു വെളിച്ചം വന്നു. അപ്പോൾ തന്നെ ഷേർഖാന്റെ ഗുഹയുടെ കവാടവും അടഞ്ഞുപോയി. അയ്യോ, ഇതെന്താണ് പറ്റിയത്? ഇതും പറഞ്ഞ് അവൻ പറന്നുപോയി. ഇപ്പോൾ ഷേർഖാനും ചില മൃഗങ്ങളും അതേ കുന്നിൻ മുകളിൽ ഒത്തുകൂടി. മഴയുടെ തണുത്ത തുള്ളികൾ അവരുടെ ശരീരത്തിൽ വീഴുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തണുത്ത കാറ്റ് അവരെ വിറപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കാടിന് ആരുടെ ദൃഷ്ടിയാണോ പതിഞ്ഞത്? മിങ്കുവിന് ഇത്രയും ശക്തി എവിടുന്ന് കിട്ടി? അവൻ നമ്മുടെ ജീവിതം നരകതുല്യമാക്കി. അതേസമയം മൂണ്ടുകുരങ്ങനും അവിടെ എത്തി. ഷെർഖാൻ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭവനമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ പ്രയാസത്തിന് ഉത്തരവാദി ഞാനാണ്. അരേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്കായി ഞാൻ ദേവിയെ ധ്യാനിക്കുകയായിരുന്നു. ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് 2 പഴങ്ങൾ തന്നു. അതിലൊന്ന് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു. ആ പഴം മിങ്കു കൊക്ക് കഴിച്ചു. അത് കാരണം അവന് ആ ശക്തികൾ ലഭിച്ചു. ആ ശക്തികൾ വെച്ചാണ് അവൻ നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയത്. വേണ്ട മോണ്ടു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഇതിൽ നിന്റെ തെറ്റില്ല. ആ മിങ്കു ഒരു ചെകുത്താൻ തന്നെയാണ്. എനിക്ക് ദൈവമാകാൻ ഒരു താല്പര്യവുമില്ല. നീ വീണ്ടും വന്നോ? ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പായിക്കാൻ പോകുന്നത്? അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ മഴവെള്ളമേ ഉള്ളൂ. ഇനി ഞാൻ ഡാം കൂടി തുറക്കാൻ പോവുകയാണ്. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളുടെയും കാലിനടിയിലെ മണ്ണ് ചോർന്നുപോയി. വേണ്ട മിങ്കു, അങ്ങനെ ചെയ്യരുത്. അത് വലിയ വിപത്താകും. എനിക്ക് നന്മ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. മിങ്കു, മറ്റുള്ളവർക്ക് തിന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. എനിക്കങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറന്നുപോയി. അണക്കെട്ടിനടുത്തെത്തി അവൻ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അണക്കെട്ട് തുറന്നുവിട്ടു. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് അണക്കെട്ടിൽ നിന്ന് പുറത്തു വന്ന് കാട് മുഴുവൻ പടരാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ആ കുന്നിൻ മുകളിലും സുരക്ഷിതരായിരുന്നില്ല. ഒരു തിരമാല വന്ന് എല്ലാവരെയും ഒഴുക്കിക്കൊണ്ടുപോയി. ശരി, ഇനി ഞാൻ എൻ്റെ സ്വന്തം കാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മിങ്കു കൊക്ക് തന്റെ കാട്ടിലേക്ക് യാത്രയായി. മഴയോടൊപ്പം അണക്കെട്ടിലെ വെള്ളവും വളരെ ശക്തമായി ഒഴുകുന്നുണ്ടായിരുന്നു. മിങ്കു കൊക്ക് തന്റെ കാട്ടിലെത്തിയപ്പോൾ അവിടെയെല്ലാം നശിച്ചു കിടക്കുന്നത് അവൻ കണ്ടു. അയ്യോ, ഇതെന്താണച്ചാ? നമ്മുടെ കാടെങ്ങനെ നശിച്ചുപോയി? മിങ്കു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ തന്നെ വലിയ കഷ്ടപ്പാടിലാണ്. നീ നിന്റെ കാട്ടിൽ സുരക്ഷിതമായി ഇരിക്കേണ്ടവനല്ലേ? അച്ഛാ, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പറയൂ. നമ്മുടെ കാട് ഇത്രയും ഉയരത്തിലല്ലേ? അവിടെ എങ്ങനെ വെള്ളമെത്തി? മകനെ, ഈ കാട്ടിൽ ഇതുവരെ ഇത്രയും വെള്ളം ഉയർന്നിട്ടില്ല. മഴയത്ത് ആരോ ഡാം തുറന്നുവിട്ടതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളെല്ലാം നശിച്ചു പോയത്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കാട്ടിൽ നിറഞ്ഞ ഈ വെള്ളമെല്ലാം ഡാമിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. മിങ്കു കൊക്ക് തന്റെ കണ്ണുകൾ കൊണ്ട് മാന്ത്രിക വിദ്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. മകനെ, നീ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ മിങ്കു കൊക്കിന് തന്റെ തെറ്റു മനസ്സിലാകാൻ തുടങ്ങി. മോണ്ടു പറഞ്ഞത് എത്ര ശരിയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. ഞാൻ നല്ല ആപ്പിൾ കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ കാടിനെ എനിക്ക് രക്ഷിക്കാമായിരുന്നു. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് തിന്മയുടെ പഴമാണ്. അപ്പോൾ അതേ ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്തു പറ്റി മിങ്കു? നീ എന്തിനാണ് വിഷമിക്കുന്നത്? എന്നെ ക്ഷമിക്കൂ ദേവി. ഞാൻ മോണ്ടുവിനെയും അങ്ങയെയും ചതിച്ചു. നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായെങ്കിൽ ഇപ്പോൾ ഞാൻ നിനക്ക് മാപ്പ് നൽകാം. എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം കുടുംബം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനാകുന്നില്ല. അപ്പോൾ ദേവി മാന്ത്രിക വിദ്യ ചെയ്തു. പച്ച ആപ്പിൾ മിങ്കുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മേ, പച്ച ആപ്പിളോ? ഹാ, ഇതും ഞാൻ നിനക്ക് നൽകുന്നത് നീ നശിപ്പിച്ചതെല്ലാം തിരിച്ചു ശരിയാക്കാൻ വേണ്ടിയാണ്. ഞാൻ ചെയ്യാം. എനിക്ക് തിന്മ ചെയ്യേണ്ട. ചീത്ത മനുഷ്യർക്ക് എപ്പോഴും നഷ്ടമേ ഉണ്ടാകൂ. അവരെ ആരും ഇഷ്ടപ്പെടില്ല. അതിനുശേഷം മിങ്കു കൊക്ക് ആപ്പിൾ തിന്നു.
എന്നിട്ടവൻ കാട്ടിലേക്ക് പറന്നുപോയി. അവൻ ആകാശത്ത് പറക്കുകയായിരുന്നു. അവൻ മാന്ത്രിക വിദ്യ ഉപയോഗിച്ചു. എല്ലാ വെള്ളവും ഇപ്പോൾ തിരിച്ച് അണക്കെട്ടിനുള്ളിലേക്ക് പോകാൻ തുടങ്ങി, ഗംഗ തിരിഞ്ഞൊഴുകും പോലെ. അല്ല, ഇതെങ്ങനെ സംഭവിക്കുന്നു? മഴ നേരത്തെ തന്നെ നിന്നിരുന്നു. വെള്ളമെല്ലാം തിരികെ അണക്കെട്ടിലെത്തി. അതിനുശേഷം അണക്കെട്ട് തനിയെ അടഞ്ഞു. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും നിലത്തൊത്തുകൂടി അത്ഭുതത്തോടെ മിങ്കുക്കുക്കിനെ നോക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി. ഇനി മേലിൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഇത് കേട്ട് എല്ലാവർക്കും വളരെ സന്തോഷമായി. മിങ്കു, സാരസം. നിന്നെ ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇനി എപ്പോഴും നിങ്ങളെ സഹായിക്കും. ഇവിടെ തന്നെ താമസിക്കും. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. കൊക്കിന്റെ മാതാപിതാക്കളുടെ കാടും ഇപ്പോൾ ശരിയായിരുന്നു. ഇപ്പോൾ കൊക്ക് എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊപ്പം സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങി.